UK കഥകൾ തുടരുവാണേ. അപ്പോൾ ഞാൻ നാട്ടിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടം. നമ്മുടെ അംഗൻവാടികളാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ വരുന്നത്. അതുപോലെ LKG UKG അതെല്ലാം ഏർലി എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റഡീസ് എന്ന സ്പെഷ്യലൈസേഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ UK ഞാൻ വന്നത് ജനുവരിയിലാണ്. ജനുവരി എന്ന് പറയുന്നത് നല്ല വിൻ്ററിൻ്റെ പീക്ക് ടൈമാണ്. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ മഞ്ഞ് പെയ്തു. മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ച വീട്ടിലെ ചേച്ചി എന്നോട് പറഞ്ഞത് വർഷങ്ങൾ കൂടിയാണ് ഇവിടെ മഞ്ഞ് പെയ്യുന്നത്, 12 വർഷം കണ്ട്. അപ്പം ഞാൻ നീലക്കുറിഞ്ഞിയുടെ കാര്യം ഓർത്തു. 12 വർഷത്തിലൊന്ന് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ മഞ്ഞ് വന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ജനലിനിടയ്ക്കിടെ മഞ്ഞ് പെയ്ത് കിടക്കുന്നത് കാണിച്ചു. പക്ഷേ പിന്നീട് പലരും പറഞ്ഞു ഇവിടെ എല്ലാ വർഷവും മഞ്ഞ് പെയ്യുന്നതാണ് ചില സമയത്ത്. പക്ഷേ -2, 3 ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. കാനഡയിൽ അത്രയും അങ്ങോട്ട് -10 താഴോട്ട് പോകാറില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ അനുഭവം. അപ്പോൾ ആ സമയത്ത് വന്നത് നമുക്കൊരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് ഈ വിൻ്റർ എന്ന് പറയുന്നത്. ഇവിടെ UK ഇവിടെ 4 സീസണുകളും, അതായത് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ കേട്ടിട്ടുള്ള വിൻ്റർ എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ് വിൻ്റർ. അതിനുശേഷം വിൻ്ററിനെ തുടർന്ന് സ്പ്രിങ് വരും. സ്പ്രിങ് വളരെ മനോഹരമാണ്, പൂക്കളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. എല്ലായിടത്തും ആദ്യം ടുളിപ്സ് ആണ് വരുന്നത്. വിൻ്ററിന് ശേഷം ടുളിപ്സ് ചെറുതായിട്ട് പൊങ്ങി വരുന്നതോടെയാണ് നമ്മുടെ ഇവിടുത്തെ UK സ്പ്രിങ് സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നത് വിൻ്റർ, മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് സ്പ്രിങ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്ന് പറയുന്നതാണ് സമ്മറിലാണ് ഇവിടെ ഇംഗ്ലീഷുകാരൊക്കെ ചിൽ ഔട്ട് നടത്തുന്നത്. അവർക്ക് സമ്മർ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ഒരു 20, 23, 25 ഒക്കെ പോവും. അത്ര ഡിഗ്രിയൊക്കെ ഇവിടെ വരും സമ്മറിൽ. അതിനുശേഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറാണ് ഓട്ടവും മനോഹരമാണ് കാണാൻ. ആ സമയത്ത് ഇലകളൊക്കെയാണ് പഴുത്ത്, എല്ലാ ഇലകളും പല നിറങ്ങളിൽ. നിങ്ങൾ ചിത്രങ്ങളിലൊക്കെ കാണുമല്ലോ, UKയുടെ ഒരു മനോഹാരിത കാണിക്കുന്നത് തന്നെ ഓട്ടം സീസണിലെ പല തരത്തിലുള്ള മരങ്ങൾ, ഇലകൊഴിയും ശിശിരത്തിൽ നിന്നൊക്കെ പറയുന്ന ആ പാട്ടിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ പറ്റുന്നത് ഓട്ടം സീസണിലാണ്. അപ്പോൾ അങ്ങനെ എല്ലാ 4 സീസണുകളും ഇവിടെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ വന്നത് ഈ നല്ല വിൻ്ററിൻ്റെ സമയത്താണ്. ആ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എക്സെപ്റ്റഡ് ആവും. ഇപ്പം നല്ല തണുപ്പുള്ള രാജ്യമാണെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്, വിൻ്ററിലാണ് വന്നത്. അതുകൊണ്ട് ആ ആവശ്യത്തിനുള്ള ഒരു തണുപ്പും രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ, തണുപ്പിനെ സംബന്ധിച്ച അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു വളരെ ശോകമൂകമായ കാലാവസ്ഥയാണ് നമുക്ക് അപ്പോഴെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരൊന്നും നമ്മുടെ നാട്ടിലേതുപോലെ ഇംഗ്ലീഷുകാർ സമ്മറിലാണെങ്കിൽ പോലും അവർ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന വിഷയമേ ഇല്ല. ഒരു ചില്ലൗട്ടും അവർക്കില്ല. നമ്മളെ പോലെ ഇങ്ങനെ എന്തെല്ലാം ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്നും ഇവരെ കാണാൻ കിട്ടത്തില്ല. 5 മണി കഴിഞ്ഞാൽ ഇവർ വീട്ടിലായിരിക്കും. പ്രത്യേകിച്ച് വിൻ്ററിനെ സംബന്ധിച്ച് ഇവർ ജോലി ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ വഴിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 3:30 ഒക്കെ ആകുന്ന സമയത്ത് ഇവിടെ രാത്രിയാകും വിൻ്റർ ആകുമ്പോഴത്തേക്കും. പിന്നെ ജോലി ചെയ്യുക, വരിക, വീട്ടിൽ കയറുക. ഈ തണുപ്പും കൂടെ കാരണം ജാക്കറ്റും അതിനുള്ളിൽ 2-3 ഡ്രസ്സും ഒക്കെ ഇട്ടാണ് പുറത്ത് പോവുക തന്നെ. പുറത്തിറങ്ങിയാൽ കൈയും കാലും മരിക്കുന്നത് പോലുള്ള തണുപ്പുമാണ്. അതിനാൽ തന്നെ ആരും തന്നെ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു സംവിധാനമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ 12 മണി വരെയും കടകളും ഷോപ്പിംഗ് മാളുകളാണെങ്കിൽ അതും എല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും ആളുകളൊക്കെ ആ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരവസ്ഥ എനിക്ക്
കാണാൻ പറ്റിയില്ല. പിന്നെ യൂണിവേഴ്സിറ്റിയിലെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായ ഒരു ആചാരങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പോലത്തെ യൂണിവേഴ്സിറ്റി ലൈഫേ അല്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പഠിപ്പിക്കുന്ന കുറച്ച് പേര് ഈ ജർമ്മനി, ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഈ UK സംബന്ധിച്ചിടത്തോളം അവരും ഇൻ്റർനാഷണൽ ആളുകളാണ്. അവരും ഇവിടെ വന്ന് പഠിച്ചിട്ട് ഇവിടെ ജോലി കയറുന്നത്. നമ്മളപ്പോൾ വിചാരിക്കും അവർ ഇംഗ്ലീഷുകാരാണെന്ന്. ഇംഗ്ലീഷുകാരെ പോലെ ഇരിക്കും, പക്ഷേ അവരും ഇൻ്റർനാഷണൽ ആൾക്കാരാണ്. അതാണ് നമ്മളെ പിന്നെ പഞ്ചാബീസ്, പാകിസ്ഥാനികൾ അവരൊക്കെയാണ് യൂണിവേഴ്സിറ്റിയിലെ ട്യൂട്ടർമാരായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് വാദിക്കുന്നില്ല, പക്ഷേ നമ്മളൊരു ഇംഗ്ലീഷ് കൾച്ചർ എക്സ്പീരിയൻസ് പഠിക്കാൻ വന്നിട്ട് ഞാൻ വന്ന യൂണിവേഴ്സിറ്റിയുടെ അനുഭവം അതായിരുന്നു. ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്, ചെറുതൊന്നുമല്ല. ഓരോ കൗണ്ടിയിലുമുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ ഏതാണ്ട് ഒരേ അനുഭവത്തിലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സോ കോൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റികൾ അത് വ്യത്യസ്തമായിരിക്കാം. എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളായിരിക്കണം അവിടെ പഠിക്കുക. അവരാണ് അവിടെ പഠിക്കുക. അവിടെ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ സ്കോളേഴ്സ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ ആയിരിക്കണം അവിടെ പഠിപ്പിക്കുക. ഇവിടെയുള്ളതും അങ്ങനെയുള്ള അധ്യാപകരാണ്. പക്ഷേ ഇവിടുത്തെ ഒരു അധ്യാപന രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്.